ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ വന്നത് വൈകുന്നേരങ്ങളിൽ നമുക്ക് 4 മണി പലഹാരം വൈകുന്നേരം 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു പലഹാരത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അതിന് ഉരുളക്കിഴങ്ങ് ഞാനിതാ ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇനി നമ്മൾക്കിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാം. നമുക്ക് വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിലിട്ട് വെക്കാം. തണുത്ത വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കാം. ഇട്ട് പൊരിക്കാനുള്ള കൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതുവരെ തണുത്ത വെള്ളത്തിൽ ഇരുന്നോട്ടെ. അപ്പോൾ അതിന് വേണ്ടത് ഞാനിതിവിടെ ഒരു ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് മുളക് ഒരു ചെറിയ സ്പൂൺ മുളക്, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ഇടുന്നതാണ് ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് തന്നെ ഈ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ട ഉണ്ടല്ലോ, അതെടുത്തിട്ട് അത് നല്ല ചോയ ഉണ്ടാവും, അത് ഇട്ട് കൊടുക്കാം. ഇപ്പം എന്താണ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, അധികം അങ്ങോട്ട് വെള്ളം പോലെ ആറുത്. നമ്മളെ പഴം പൊരിക്കലുണ്ടാകുന്ന കൂട്ടിൻ്റെ അതേ ഒരു ഇതിൽ നമുക്കിത് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലോണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്കത് കലക്കിയെടുക്കാം. അധികം വെള്ളം അയഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് പിടിക്കൂല. നമുക്ക് ഇതിലിട്ട് മുക്കിയെടുക്കുമ്പോൾ അത് നല്ലോണം അതിൽ കോട്ട് ചെയ്ത് വരണമല്ലോ, അപ്പം അത് വരില്ല. അപ്പോൾ അതിനെ കണക്കായി അപ്പോൾ ഇതേപോലത്തെ ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിവിടെ അടുത്ത തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മൈദൻ്റെ പൊടി തന്നെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇടാം, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും വേണ്ട, ഇതിവിടെ മിക്സാക്കി വെക്കാം. അപ്പോൾ നമുക്കിതിപ്പോൾ ഇതിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് തുടച്ചെടുത്തിട്ട് വരാം. വെള്ളത്തോടെ ഇതിപ്പോൾ അതിലിടാൻ പറ്റൂല, അപ്പോൾ ഒന്നും കൂടി ലൂസായി പോകും. അതിന് വേണ്ടി നമുക്കിതൊന്ന് തുടച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ
അപ്പോൾ അതാ നമ്മുടെ ഉരുളൊക്കെ ഇങ്ങനെ തുടച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് ഇതാ ഈ കൂട്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ മുക്കുക. നല്ല എടുത്താവുന്ന രീതിയിൽ മുക്കി കഴിഞ്ഞതിന് ശേഷം ഈ മൈദ മാവിലേക്ക് ഇടാം. ഒന്ന് കോട്ട് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഞാൻ ഇതേപോലെ തന്നെ എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നല്ലോണം കോട്ട് ചെയ്യാം. ഇതിലേക്ക് വെക്കാം. അങ്ങനെ എന്താ ഇതിലേക്ക് ഇവിടെ ചീനച്ചട്ടിയിൽ എണ്ണയിൽ ഇട്ട് പൊരിക്കാം. ഇതേപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ തന്നെ ഈ പൊടിയിലേക്ക് മുക്കാം. എന്നിട്ടൊന്ന് മുട്ട എന്നിട്ടിട്ട് ഒന്ന് പൊടിഞ്ഞിട്ട് അതിലിട്ടാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ച് ഇതേപോലെ തന്നെ എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിപ്പോൾ പൊരിഞ്ഞ് വന്നിട്ട് ഞാൻ കോരി എടുക്കുന്നു. ഇതേപോലെ തന്നെ എല്ലാം എടുക്കാം. നമ്മളിതാ ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് ഞാൻ ഇതുപോലെ ഇവിടെ വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ മൈദയും വെജ് വൈസ് ഉരുളക്കിഴങ്ങാണ് മുറിച്ച് ഉണ്ടാക്കിയ. അപ്പം നല്ലൊരു സാധനം ഇത്. അപ്പം എത്ര വേഗം ഒന്നും തണുത്ത് പോകില്ല. അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും സാധനം. നല്ല അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് നല്ലൊരു പലഹാരമായത്. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ഇൻഷാ അല്ലാഹ്.